കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ സ്കൂളിലേക്ക് ഇന്നും മാർച്ച് നടത്തും. സ്കൂൾ അധികൃതരുടെയും കെഎസ്ഇബിയുടെയും അനാസ്ഥയിലാണ് കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞതെന്നാരോപിച്ച് എബിവിപിയും കെഎസ്യുവും ഇന്ന് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മിഥുന്റെ സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും. കുട്ടിയുടെ അമ്മ സുജ കുവൈറ്റിൽ നിന്നും തിരികെ എത്തുന്നതിന് അനുസരിച്ചായിരിക്കും മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. അതേസമയം സ്കൂളിലേക്ക് ഇന്നും പ്രതിപക്ഷ യുവജന സംഘടനകൾ മാർച്ച് നടത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണ്. സ്കൂളിൽ ബാലാവകാശ കമ്മീഷനും സന്ദർശനം നടത്തും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അപകടം സംബന്ധിച്ച പ്രാഥമികമായി ശേഖരിച്ച വിവരങ്ങൾ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി. വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് സ്കൂളിലെത്തി പരിശോധന നടത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സ്കൂൾ അധികൃതരുടെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂൾ ബസിൽ ആദ്യ ട്രിപ്പിലെത്തിയ വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ മിഥുന്റെ ചെരുപ്പ് ഷീറ്റിനു മുകളിലേക്ക് വീണു. അതെടുക്കാൻ കയറവെയാണ് ഷീറ്റിലേക്ക് താഴ്ന്നുകിടന്ന വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പഴയ സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലായിരുന്നു അപകടം ഉണ്ടായത്. ന്യൂസ് 18 കൊട്ടാരക്കര. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 2 വയസ്സാവുന്ന ദിവസമാണ്. ഇന്ന് സംസ്ഥാന വ്യാപകമായി അതിൻ്റെ അനുസ്മരണ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് തേവലക്കരയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം അവിടെ പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് നിലവിലുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷ് കൊട്ടാരക്കരയിൽ നിന്ന്. വിനീഷ്, ഏറ്റവും ഖേദകരമായ ഒരു കാര്യം, ഒരു 13 വയസ്സുള്ളൊരു കുഞ്ഞ്, സ്കൂളിലേക്ക് പോയൊരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതിനപ്പുറത്തേക്ക് ആരുടെ വീഴ്ചയാണ്, ആർക്കാണ് അതിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്, ആരാണത് ചെയ്യേണ്ടിയിരുന്നത് എന്നതിൽ മാത്രം ഒരു ധാരണയുമില്ല. പക്ഷേ കൃത്യമായൊരു ഉത്തരം കിട്ടിയേ തീരൂ. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളടക്കം വലിയൊരു പ്രതിഷേധത്തിലുമാണുള്ളത്. ഇന്നത്തെ ദിവസം അവിടേക്ക് എന്തൊക്കെ പ്രതിഷേധ പരിപാടികളാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്? ഒപ്പം ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അല്ലോ, ആ അന്വേഷണങ്ങളൊക്കെ ഏത് ഘട്ടത്തിലാണ്? സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന കാര്യത്തിലും ഇന്ന് ഒരു തീരുമാനമുണ്ടായേക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കുട്ടിയുടെ അമ്മ സുജ കുവൈറ്റിൽ നിന്നും തിരികെ എത്തുന്നതനുസരിച്ചായിരിക്കും ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. അതേസമയം സ്കൂളിലേക്ക് ഇന്നും ഈ പ്രതിപക്ഷ യുവജന സംഘടനകൾ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണ്. ഈ സ്കൂളിൽ ഇന്ന് ബാലാവകാശ കമ്മീഷൻ എത്തുകയും സന്ദർശനത്തെയും വിശദമായിട്ട് റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം അപകടം സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇത് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇന്ന് കൈമാറും. അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് സ്കൂളിലെത്തി വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇവർ സ്കൂളിലെത്തി അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇതിന്റെ മരണത്തിന്റെ പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. ഇന്ന് കടുത്ത പ്രതിഷേധമാണ്. അതുപോലെ തന്നെ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിനും ഇവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സുജ, 4 മാസം മുൻപാണ് മിഥുന്റെ അമ്മ സുജ കുവൈറ്റിലേക്ക് പോയത്. ആ കുടുംബത്തെ സംബന്ധിച്ച് ഈ വാർത്ത എങ്ങനെയാണ്? ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, വൈകുന്നേരം വീഡിയോ കോളിലൂടെയാണ് സുജയെ വിവരം അറിയിച്ചതെന്ന്. ആ വീടൊക്കെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. അത്രയും ഒരു മോശമായ സാഹചര്യത്തിലാണ് സുജ പോകുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളിലേക്കാണ് ഇങ്ങനെയൊരു വലിയ വാർത്ത വരുന്നത്. ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ് വിനീഷ്? ശ്രീജ, വലിയ ഖേദകരം, നമുക്കത് പറയാൻ കഴിയുന്നില്ല. അത്രയ്ക്കും ദുഃഖകരമാണ് അവിടുത്തെ ഒരു സ്ഥിതി. ഇന്നലെ എല്ലാ ദിവസവും സ്കൂൾ വാഹനത്തിലായിരുന്നു മിഥുൻ സ്കൂളിലേക്ക് എത്തുന്നത്. പക്ഷേ പിതാവ് കൊണ്ടുവിട്ടിരുന്നു മിഥുനെ സ്കൂളിലേക്ക്. അങ്ങനെ
ആണ് പിതാവ് മടങ്ങുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായൊരു അന്ത്യം മകന് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ സുജ, ഈ മിഥുന്റെ മാതാവ് സുജ വിദേശത്ത് ജോലി തേടി പോയിട്ട് ഏകദേശം ഒരു 3 മാസം ആവുന്നതേ ഉള്ളൂ. ജോലി സംബന്ധമായിട്ട് അവർ വിദേശത്താണ്. അവരെ ആദ്യം ഈ വിവരമൊന്നും അറിയിച്ചിരുന്നില്ല എന്നാണ് അറിയുന്നത്. പിന്നീട് മകൻ ICUലാണെന്നും ഇങ്ങനെ അസുഖമുണ്ടെന്നും ഇങ്ങനെ ഒരു അപകടം പറ്റി ICUലാണ്, പെട്ടെന്ന് എത്തണം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ എന്തായാലും വലിയ ദുഃഖകരമാണ്. മാതാവ് അവരുടെ ജോലി സംബന്ധമായിട്ട് കുവൈറ്റിലാണുള്ളത്. തിരികെ എത്തുന്നതനുസരിച്ച് ഏകദേശം ഒരു 3-4 ദിവസം വേണ്ടിവരും. തിരികെ എത്തുന്നതനുസരിച്ചായിരിക്കും മകന്റെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് നടക്കുക. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു. മന്ത്രിമാരടക്കം എത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ താലൂക്ക് ആശുപത്രി, ശാസ്താംകോട്ടയിലെ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് കുഞ്ഞിന്റെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. സംസ്കാര നടപടികളെല്ലാം വീട്ടുവളപ്പിലുണ്ടാവും. മാതാവിന്റെ മടങ്ങിവരവ് അനുസരിച്ചായിരിക്കും അത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയുക. ഇനി ഈ പ്രശ്നത്തിലേക്ക് വന്നാൽ വിനീഷ്, ഇപ്പോഴും ഒരു കൃത്യമായ മറുപടി ആരും പറയുന്നില്ല. ഈ പ്രശ്നം KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, കേബിളിലേക്ക് ഉടൻ മാറും, അത് കാത്തിരിക്കുകയായിരുന്നു എന്ന് ഒരു വശത്ത് പറയുന്നുണ്ട്. മറുവശത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായി തോന്നിയില്ല, ഈ ഭാഗത്തേക്ക് ആരും പോവാറില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അപകട സാധ്യത മനസ്സിലാക്കിയില്ല എന്നും പറയുന്നുണ്ട്. ഇത് CPMന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ CPMന്റെ ഒരു അധികാര പരിധിയിലുള്ള മാനേജ്മെൻ്റാണ് അവിടെ ഈ സ്കൂൾ ഭരിക്കുന്നതൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലും വലിയ പ്രതിഷേധം. ഇങ്ങനെയൊരു കൃത്യമായി ഓരോ സ്കൂൾ വർഷം തുടങ്ങുന്നതിന് മുൻപും അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സ്കൂളിൻ്റെ ഒരു ദൂരപരിധിയിലൊന്നും ഉണ്ടാവരുത്, ഇലക്ട്രിക് ലൈൻ ഉണ്ടാവരുത് എന്ന നിബന്ധനയുള്ളതാണ്. അപ്പോൾ ഈ വീഴ്ച ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിൽ ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ? ശ്രീജ, തുടക്കം തന്നെ പരസ്പരം പഴിചാരി ഇവർ രക്ഷപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്കൂൾ അധികൃതർ പറയുന്നു KSEBയുടെ അനാസ്ഥയാണെന്ന്, KSEB അധികൃതർ പറയുന്നു സ്കൂളിന്റെ അനാസ്ഥയാണ്. സ്കൂൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ട്രിക് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ പൈസ അടച്ചില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പരസ്പരം പഴിചാരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇത് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നത്. എന്തായാലും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ള വലിയൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. മന്ത്രിമാരടക്കം ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുമുണ്ട്. എന്തായാലും നമുക്കിത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇത് വലിയ രീതിയിലുള്ള അനാസ്ഥ, KSEBയുടെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും 100-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിലൂടെ ഈ ഇലക്ട്രിക് ലൈൻ കടത്തിവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അശാസ്ത്രീയതയാണ്. അത് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ അവിടെ ഒരു ഈ സൈക്കിൾ വെക്കുന്നതിനായിട്ട് ഷീറ്റ് ഇട്ട ഒരു ഷെഡ് നിർമ്മിച്ചിരുന്നു. ഇതെല്ലാം അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊന്നും പഞ്ചായത്തിന്റെ അനുമതിയോ ഒന്നും ഇല്ലാതെ, പഞ്ചായത്തിനോട് അനുമതി ചോദിക്കാതെ ആണ് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം സ്കൂളിൽ നടത്തിയത്. ഇതെല്ലാം അശാസ്ത്രീയതയാണ്. അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇതിപ്പോൾ ഈ കുട്ടി ഇതിന്റെ മുകളിൽ കയറിയത് കൊണ്ടാണ് ഇതിപ്പോൾ പുറലോകം അറിയുന്നത്. അതല്ല, നമുക്കറിയാം ഇലക്ട്രിക് ലൈനിൽ പൊട്ടി വീണൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഷീറ്റാണ്, ഷീറ്റിന്റെ മുകളിലേക്ക് കേബിൾ പൊട്ടി വീണാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വലുതാണ്. അപ്പോൾ കുട്ടികളടക്കം ഈ സൈക്കിളെല്ലാം കൊണ്ടുവെക്കുന്നു. എപ്പോഴും കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. ഇരുമ്പ് പൈപ്പുണ്ട്, അതുവഴിയെല്ലാം ഇലക്ട്രിക് വൈദ്യുതി പ്രവഹിക്കാനുള്ള വലിയ സാധ്യതയെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബോധപൂർവം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. തികച്ചും അനാസ്ഥ തന്നെയാണ് ശ്രീജ. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. കൊല്ലം തേവലക്കരയിലെ ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ എന്ന കുട്ടി ഷോക്കേറ്റ് സ്കൂളിലെ ഷെഡിന് മുകളിലേക്ക് വീണ് ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഷോക്കേറ്റ് മരിക്കുന്ന ദാരുണമായ സംഭവം ഉണ്ടായത്. ഇന്ന് വലിയ പ്രതിഷേധമായിരിക്കും സ്കൂളിലേക്ക് നടക്കാൻ പോകുന്നത്.